നമസ്കാരം. തലസ്ഥാനത്തെത്തിയ വിശ്വഗുരുജിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വി രാജേഷ് എന്ന മേയറെ ചവിട്ടി പുറത്താക്കിയതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കേൾക്കുകയായിരുന്നു. രാജേഷ് ജി, ഈ നാട്ടിലുള്ളവരെല്ലാം മണ്ടന്മാരും ഞാൻ അതിബുദ്ധിമാനെന്ന് കരുതുകയാണോ? അതായത് ഞാൻ പോകാത്ത കാര്യം എന്നറിയോ? നമ്മുടെ നാട്ടിൽ പറയല്ലോ, ഒരു കുറുക്കന്റെയും മുന്തിരിങ്ങയുടെ കഥ പറയല്ലോ, ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. അത് ഞാൻ പോകാത്ത കാര്യം, എനിക്ക് കിഴക്കേക്കോട്ടയിലെ വേദിയിൽ എനിക്കത് പൂർണ്ണമായിട്ട് അവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. അതായത് പ്രോട്ടോകോൾ പ്രകാരം ഏത് കോർപ്പറേഷൻ പരിധിയിലായിരുന്നാലും അവിടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇനി ലോക്സഭാ സ്പീക്കറോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ആര് വന്നാലും അവരെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം തിരുവനന്തപുരം മേയർക്കാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രോട്ടോകോൾ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് പ്രധാനപ്പെട്ട ചടങ്ങ് കിഴക്കേക്കോട്ടയിലായിരുന്നു എന്ന് പറഞ്ഞു മെഴുകുകയും ആ ചോദ്യത്തിന്റെ മുന്നിൽ കിടന്ന് അദ്ദേഹം തത്തോ പിത്തോ കളിക്കുന്നത് ഒന്ന് കണ്ടേ. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് നടത്തിയ ആ ഇടപെടലുകളിലും ആ പ്രസംഗത്തിലും മേയർ തിരുവനന്തപുരത്ത് ഈ രണ്ട് സ്റ്റേജിൽ ഉണ്ടായിരുന്നാണ് ഗുണമെന്ന് ആദ്യം തന്നെ തോന്നിയില്ലേ? മുഖ്യമന്ത്രിയൊക്കെ ഒപ്പം വരും, സാധാരണഗതിയിൽ ഒപ്പം വരുന്നത് പതിവാണ്. അതായത് ഞാൻ പറയാം, മുഖ്യമന്ത്രി എന്തെങ്കിലും ചോദിക്കരുത്. ഞാൻ പറയാം, പുത്തരിക്കണ്ട മൈതാനിയിലാണ് മേയർ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ രണ്ട് പരിപാടിയിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ പോകരുത്. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് സ്റ്റേജിലേക്കാണ്. വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നെങ്കിൽ നമുക്ക് എത്താനുള്ള സമയം കിട്ടി. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇനി സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് BJP-കാരിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ കാര്യം പറഞ്ഞു. അതായത് ആരൊക്കെയാണ് സ്വീകരിക്കാൻ വരുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വഗുരുജിയുടെ അല്ലെങ്കിൽ ജിയുടെ ഒരു സ്ക്രീനിങ് ഉണ്ട്. അവരെ എല്ലാം ഫോട്ടോ കാണിച്ച് ഇവരൊക്കെയാണ് വരുന്നതെന്ന് അറിയിക്കും. അങ്ങനെ വിശ്വഗുരുജിയെ കഴിഞ്ഞ ദിവസം എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നെല്ലാം ലിസ്റ്റ് അയച്ചപ്പോഴത്തേക്കും 22 പേരുടെ ലിസ്റ്റാണ് അയച്ചത്. 22 പേരുടെ ലിസ്റ്റ് അവരെ ഫോട്ടോ എല്ലാം വീഡിയോ വോളിൽ NSG-കാർ കാണിച്ചു കൊടുക്കണം. കോനെ പിണറായി ജി, ഓക്കെ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ 22 പേരുടെയും ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വി രാജേഷിന്റെ ഫോട്ടോ കാണിച്ചത്. ഈ ഫോട്ടോ കണ്ട ഉടനെ നമ്മുടെ ജി ചോദിച്ചു, ഹറാമി കോനെ, കണ്ടാലേ ഒരു കള്ള ലക്ഷണ ലുക്കേ, കോനെ ദി സറാമി എന്ന് ചോദിച്ചു. അപ്പോഴാണ് NSG പറഞ്ഞത്, വി രാജേഷ് ക്യാ വി രാജേഷ്, കട്ട് കട്ട് കട്ട്. അങ്ങനെയാണ് ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയത്. ചവിട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞ്. കണ്ട ഒരു ലുക്കും ഇല്ല, ജഞ്ചര BJP മേയറെന്ന് തോന്നി. കണ്ടാലേ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് ജിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാളെ എന്നെ സ്വീകരിക്കാൻ വേണ്ട, എൻ്റെ പരിപാടി മുഴുവൻ അവലക്ഷണക്കേടാകും, കണ്ടാൽ തന്നെ ഒരു അവലക്ഷണക്കേടുണ്ട്, ഇതെനിക്ക് മുഴുവൻ ശകുനക്കേടാകും, അവനെ BJP ആണെങ്കിൽ വെട്ടി മാറ്റിയതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്തു പോയത്. എന്നിട്ടാണ് ഈ മെഴുകല്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ കോർപ്പറേഷൻ മേയറായിട്ട് BJP വരും, വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു ഇവർ ഗീർവാണം അടിച്ചുകൊണ്ടിരുന്നത്. ആ ഗീർവാണം അടിച്ചിട്ട് അവർ അത് നടപ്പാക്കി കാണിക്കുകയാണോ വേണ്ടത്? അതിനു പകരം ഞാൻ സ്റ്റേജിലെ പരിപാടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാളെ അവിടെ സ്വീകരിക്കുന്നതിൽ ആ ലിസ്റ്റിൽ പേര് കാണേണ്ടതുണ്ട്. കാര്യം ഞാൻ പോകുന്നില്ലെങ്കിലും അവിടെ മോഡിജിയുടെ ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ ലിസ്റ്റിനകത്ത് ആരെ പേര് കാണണം? ഈ പറയുന്ന വ്യക്തിയുടെ പേര് കാണണം. അതാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അവിടെ നിന്ന് വരുന്ന പേരുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയില്ലെന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇത് ആ ലിസ്റ്റിലെ പേരില്ല. ആ ലിസ്റ്റ് ഇവിടെ നിന്ന് അയച്ചു കൊടുത്തപ്പോൾ പേരുണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോൾ പേരില്ല. പേരില്ലാത്ത ആൾക്ക് അവിടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂല. അതുകൊണ്ട് അവിടെ നിന്ന് ചവിട്ടിയെടുത്ത് വെളിയിട്ടപ്പോഴത്തേക്കും പുറത്തിറങ്ങിയിട്ട് പറയാണ്, എനിക്ക് കിഴക്കേക്കോട്ട വേദിയായിരുന്നു പ്രധാനപ്പെട്ട വേദി, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ കയറാത്തതെന്ന്. പിന്നെ അവിടെ ക്യാമറകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഫോട്ടോഷൂട്ടിന് മുതൂര് 2 തട്ട് ചെണ്ടയെ കൊട്ടുമ്പോൾ 2 തട്ടൊക്കെ തട്ടിയിട്ട് എന്തോന്ന് മേയറുടെ ഇത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഒരു മേയർ ആയതിനു ശേഷം ഏറ്റവും അഭിമാന മുഹൂർത്തത്തിന് വിമാനത്താവളത്തിൽ വേദിയാകുമെന്ന് അല്ലെങ്കിൽ വേദിയാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടക്കാതെ പോയത് വിശ്വഗുരുജിക്ക് മേയറെ കണ്ടപ്പോൾ അങ്ങോട്ട് ദഹിച്ചില്ല. ഇതാണ് നമുക്ക് കിട്ടിയ മേയർ എന്ന മനോഭാവത്തിൽ ആ പേര് വെട്ടിക്കളഞ്ഞതിനെയാണ് ഇങ്ങനെയൊക്കെ മെഴുകി BJP-കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്തായാലും ചോദ്യത്തിന് മുന്നിൽ ഉരുളുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആ അവലക്ഷണക്കേട് അല്ലെങ്കിൽ ഇന്നെന്റെ കേരളത്തിലെ മൊത്തം ദിവസം എവനാണ് എന്നെ സ്വീകരിക്കണമെങ്കിൽ പോയി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ പേര് വെട്ടിക്കളഞ്ഞതിനെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാമോ രാജേഷേ എന്ന് മാത്രമാണ് ഈ നാട്ടുകാർക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്.